വിശ്വാസവർഷത്തിന്റെ നിറവിൽ തീർത്ഥാടന പുണ്യവുമായി ആലുവ കർമ്മലഗിരി സെമിനാരിയിൽ നിന്നുള്ള വൈദിക വിദ്യാർത്ഥികളും വൈദികരും വിശുദ്ധ അൽഫോൻസാമയുടെ സവിധത്തിലെത്തി. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുസവിധത്തിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചാണ് തീർത്ഥാടക സംഘം മടങ്ങിയത്. തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തിയുമാണ് തീർത്ഥാടന സംഘം വിശുദ്ധിയുടെ അനുഗ്രഹം തേടിയത്. ലത്തീൻ സഭയുടെ കേരളത്തിലെ ഏക മേജർ സെമിനാരിയിൽ നിന്നെത്തിയ സംഘത്തെ ഏറെ കൃത്യമായാണ് തീർത്ഥാടന കേന്ദ്രം വരവേറ്റത്. തീർത്ഥാടന കേന്ദ്രം ഡോക്ടർ റവറൻഡ് ഡോക്ടർ ജോസഫ് തളത്തിൽ, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ തോമസ് കാലാച്ചിറയിൽ, ഫാദർ ജോസഫ് മണിയഞ്ചിറ, സ്പിരിച്വൽ ഡയറക്ടർമാരായ ഫാദർ മൈക്കിൾ നരിക്കാട്ട്, ഫാദർ മാത്യു മുണ്ടുവാറിയിൽ, ഫാദർ തോമസ് കളത്തിപ്പുല്ലാട്ട് എന്നിവരുടെ നേതൃത്വത്തിലാണ് സെമിനാരി സംഘത്തെ വരവേറ്റത്. സെമിനാരി ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജേക്കബ് പ്രസാദ്, മുൻ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജെയിംസ് ആനാവറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വൈദികരും വൈദിക വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം ഭരണങ്ങാനത്തെ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയത്. തീർത്ഥാടന കേന്ദ്രത്തിലെ ഗ്രോട്ടോ, മ്യൂസിയം എന്നിവയും സംഘം സന്ദർശിച്ചു. വിശുദ്ധിയുടെ കബറിടത്തിലേക്ക് അനുദിനമെത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണിപ്പോൾ. ആഗോള സഭയിലെ വിശ്വാസ വർഷാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ ദിവസവും വിവിധ തീർത്ഥാടന സംഘങ്ങൾ ഇവിടെ എത്തുന്നതായി തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോസഫ് തളത്തിൽ വ്യക്തമാക്കി.